മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടി ഉള്ള ചില കാര്യങ്ങളും നിർദ്ദേശങ്ങളുമാണ്. എന്നാൽ ഇത് മറ്റുള്ളവരും ശ്രമിക്കുന്നത് നല്ലതാണ്. പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യുന്ന കുട്ടികൾക്ക് മാനസികവും ശാരീരികവും ആയ വളർച്ച സാധ്യമാകുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലം മുതൽ തന്നെ പാദരക്ഷകൾ ഉപയോഗിക്കുന്ന ഒരു ശീലം കേരളീയരിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചെരുപ്പ്, സോക്സ് ഇതൊക്കെ ഇട്ടാണ് കുട്ടികൾ മുതൽ വളർച്ചാ ഘട്ടങ്ങളിൽ എല്ലാ ഘട്ടങ്ങളും നടക്കുന്നത്. അപ്പം മുറിയിൽ പോലും ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റാത്ത ഒരു ശാരീരിക അവസ്ഥ, മാനസിക അവസ്ഥ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾക്ക് ഒട്ടനവധി കുഴപ്പങ്ങളുണ്ടാകുന്നു. അപ്പോൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃഷിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ കൃഷിയും ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും ഉണർന്നെഴുതിക്കണമെന്നും എപ്പോഴും പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകം തന്നെ വീഡിയോയിൽ അയച്ചു ചെയ്തിട്ടുണ്ട്. ഇനി അവർ കൃഷിയിടങ്ങളിൽ പോകുമ്പോൾ കുറച്ച് സമയം നഗ്നപാതരായി ആ കൃഷിയിടത്തിൽ നടക്കണമെന്നുള്ളതാണ് പറയുന്നത്. അതായത് പാദരക്ഷകൾ ഉപയോഗിക്കാതെ. കാരണം നമ്മുടെ കാലെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ്. നമ്മളെ താങ്ങി നിർത്തുന്നത് നമ്മുടെ കാലുകളാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ശിരസ് മുതൽ പാദം വരെ ഒരു ഊർജത്തിൻ്റെ പ്രവാഹം ഉണ്ട്. അത് ഒരു പോസിറ്റീവ് ഊർജ്ജമാക്കി മാറ്റാം, നെഗറ്റീവ് ഊർജ്ജമാക്കി നമുക്ക് മാറ്റാം. ചില സമയങ്ങളിൽ ദക്ഷിണ കൊടുക്കുമ്പോഴൊക്കെ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ പാദം വന്ദിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് ആ പാദത്തിൽ തൊടുന്നുണ്ടെങ്കിൽ ആ പാദത്തിൽ നിന്നും ഒരു പോസിറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ പ്രവഹിച്ചെത്തും എന്നുള്ളതാണ് വിശ്വാസം. അതൊരു അനുഗ്രഹമായി മാറും എന്നുള്ളതാണ് വിശ്വാസം. അപ്പം അത്തരത്തിൽ കാലുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നമ്മൾ കാലുകൾക്ക് ഭൂമിയുമായി സ്പർശിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. എല്ലായ്പ്പോഴും പാദരക്ഷകൾ ഉപയോഗിച്ച് നടക്കുന്നവർക്ക് കാലക്രമേണ പാദങ്ങൾക്ക് ചില ദൂഷ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പാദരക്ഷകൾ ഉപയോഗിക്കാതെ തന്നെ കൃഷിയിടത്തിൽ കുറച്ചു നേരം നടക്കേണ്ടത് അത്യാവശ്യമാണ്. തൽഫലമായി പാദങ്ങൾക്ക് മണ്ണുമായിട്ടുള്ള ഒരു സ്പർശനത്തിൻ്റെ ഫലമായി നല്ല മർദ്ദം നമ്മുടെ പാദങ്ങൾക്ക് ലഭിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് പാദങ്ങളിലൂടെയുള്ള രക്തക്കൊഴലുകൾക്ക് നല്ല വികാസം ഉണ്ടാവുകയും രക്തയോട്ടം പാദങ്ങളിൽ ഇടതടവില്ലാതെ സംഭവിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കാലുകൾ നല്ല ആരോഗ്യമുള്ള കാലുകളായിട്ട് മാറും. അപ്പം ഈ സദാസമയം പാദരക്ഷകൾ ഉപയോഗിച്ച് ശീലമാക്കിയവർ വളരുന്നുടനെ പാദരക്ഷകളില്ലാതെ നടക്കാൻ കഴിയത്തില്ല. പാദരക്ഷകൾ ഇട്ടുകൊണ്ട് പോലും ഒരു നിശ്ചിത അകലം മാത്രമേ അവർക്ക് നടക്കാൻ പറ്റൂ. എന്ന് മാത്രമല്ല, ഞരമ്പുകളുടെ വികാസമില്ലായ്മ മൂലം കാലുകൾക്ക് ഒട്ടനവധി അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാലുകൾക്ക് പെരുപ്പുണ്ടാവും, അതുപോലെ തന്നെ കഴപ്പുണ്ടാവും, അതുപോലെ തന്നെ വേദനയുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിവിധ നെഗറ്റീവ് ഊർജ്ജങ്ങൾ രാത്രിയിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ദഹന പ്രക്രിയ, അതുപോലെ തന്നെ പുതിയ കോശങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ പഴയ കോശങ്ങൾ നശിച്ചു പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാം ചില നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ കാൽപാദത്തിൽ ആണ് അവശേഷിക്കുന്നത്. നമ്മൾ നഗ്നപാതരായി ആ കൃഷിയിടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൂടെ അല്പനേരം നടക്കുമ്പോൾ ആ നെഗറ്റീവ് ഊർജ്ജം മൊത്തവും ഭൂമി ആദേശം ചെയ്യുകയും നമ്മുടെ കാലുകൾക്ക് നല്ല ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു സുഖം ലഭ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു ആരോഗ്യവും
സംതൃപ്തിയും അതിലൂടെ ലഭിക്കുന്നു. പിന്നെ മറ്റൊന്ന്, ഇവർ കൃഷിയിടത്തിൽ 1 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് പുറമെ തന്നെ ആ അന്തരീക്ഷത്തിൽ നിന്നുള്ള ശുദ്ധവായു ശ്വസിക്കാൻ അവർക്ക് ഒരവസരം കിട്ടും. കാരണം പ്രത്യേകിച്ചും പ്രഭാതത്തിലാണെങ്കിൽ ആ ചെടികളുടെയും പൂക്കളുടെയും ഔഷധ സസ്യങ്ങളുടെയൊക്കെ ആ നല്ല സുഗന്ധവും വഹിച്ചുകൊണ്ടുള്ള ആ കാറ്റിൻ്റെ തലോടൽ ശരീരത്തിലേക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒപ്പം ഈ കുഞ്ഞു കർഷകൻ നട്ടുവളർത്തി പരിപാലിച്ച ആ കാർഷിക വിളകൾ, അത് ചിലപ്പം പയറാവാം, ചിലപ്പോൾ പാവലാവാം, ചിലപ്പോൾ ചീരയാവും, ചിലപ്പം ഔഷധങ്ങളായ കറ്റാർവാഴ എന്തോ ആയിക്കോട്ടെ, അത് കാണുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഈ കുഞ്ഞു കർഷകൻ ഉൽപ്പാദിപ്പിച്ച വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ കുറഞ്ഞ വിലയ്ക്ക് തൊട്ട അയൽക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയെടുത്താൽ മറ്റുള്ളവർക്കും കൂടി അത് പ്രചോദനമായി മാറുകയും ചെയ്യും. അപ്പോൾ എന്തു തന്നെയായാലും ദിവസവും 1 മണിക്കൂർ ചെറിയ കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തോടും ആ കുടുംബത്തോടും ആ കുട്ടിയോടും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ ബാധ്യതയാണ്. അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉടനീളം ഒരു കരുതലിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ടതിൻ്റെയും കൃത്യനിഷ്ഠയുടെയും ഒക്കെ ഒരു പ്ലാനിങ് പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നേറാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് മറ്റൊട്ടനവധി നേട്ടങ്ങൾ ഈ കുഞ്ഞു കർഷകർക്ക് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, കൃഷിത്തോട്ടത്തിലൂടെ അല്പസമയം നഗ്നപാതനായി നടക്കുമ്പോൾ നമ്മുടെ കാലിന്, ആ നടക്കുന്ന കുഞ്ഞിൻ്റെ കാലിന് നല്ല വളർച്ച ഉണ്ടാകുന്നു. പാദം മണ്ണുമായി സ്പർശിക്കുന്നതിൻ്റെ ഫലമായിട്ട് നെഗറ്റീവ് ഊർജ്ജങ്ങൾ മണ്ണ് ആകർഷണം ചെയ്യപ്പെടുന്നു. ഒപ്പം നിരന്തരമായി നടക്കുമ്പോൾ മണ്ണിൽ നിന്നും കിട്ടുന്ന സമ്മർദ്ദന ഫലമായിട്ട് കാലിൻ്റെ വെള്ളയിലുള്ള രക്തക്കുഴലുകൾ വികസിച്ച് കാലിന് നല്ല ശക്തിയും ബലവും ഉണ്ടായി മാറുന്നു. അപ്പം ഇതൊക്കെ കൃഷിയിലൂടെ ലഭിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് പ്രപഞ്ചം തന്നിരിക്കുന്ന ആ നേട്ടം കൂടിയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം. പഴയ കാലങ്ങളിലൊക്കെ പാദരക്ഷകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ദൂരം നടന്നു തന്നെ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മിക്ക കുടുംബങ്ങളുടെയും പ്രധാനപ്പെട്ട ഉപജീവനമാർഗം കൃഷിയായിരുന്നു. അതുപോലെ തന്നെ വിശക്കുമ്പോൾ നന്നായി ജോലി ചെയ്ത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള രോഗങ്ങളോ ഒന്നും ആളുകൾക്കില്ലായിരുന്നു. ദിനചര്യാ രോഗങ്ങളെന്ന് പറയുന്ന ഒരു രോഗം ആ കാലത്ത് കേൾക്കാൻ പോലും ഇല്ലായിരുന്നു. കുടുംബ അംഗങ്ങൾ തമ്മിലും അയൽക്കാർ തമ്മിലും നല്ല സ്നേഹബന്ധത്തിലും വിശ്വാസത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷേ അതൊക്കെ ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് മാത്രമല്ല, കൃഷിയോടും കർഷകരോടുമുള്ള മനോഭാവത്തിൽ തന്നെയും മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കാരണങ്ങളാലും ഇത് മനസ്സിലാക്കിയാലും ഒക്കെയാണ് ഇങ്ങനെ ഇലഞ്ഞൂർ ബ്ലോക്ക് ഇങ്ങനെ ഒരു സംരംഭത്തിന് വഴിതെളിച്ചിട്ടുള്ളത്. ധാരാളം കുട്ടികൾ ഈ പഠനത്തോടൊപ്പം കൃഷിയിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ വളരെയധികം ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിന് ശേഷം ഇവിടുത്തെ യുവജനങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ ഇന്ത്യക്ക് വെളിയിലേക്കോ പോയി അവിടെ താമസിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠാജനകമാണ്. ഈ അടുത്ത സമയത്ത് ഒരു ലോകസഞ്ചാരി പറഞ്ഞനുസരിച്ച് 10 കൊല്ലത്തിന് ശേഷം കേരളം വൃദ്ധന്മാരുടെ ഒരു താവളമായിട്ട് മാറും എന്ന ഒക്കെയുള്ള സംഗതി നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. അപ്പോൾ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ കൃഷിയെ കൂടി കൊച്ചുങ്ങൾക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുകയും ഭക്ഷണത്തിൻ്റെ ക്ഷാമം ഓരോ വീട്ടിലും പരിഹരിക്കാനാവുകയും പഴങ്ങളും പച്ചക്കറികളുടെയൊക്കെ സ്വയം പര്യാപ്തത ഓരോ വീട്ടിലും ലഭ്യമാവുകയും അങ്ങനെ ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രാപ്തി കുടുംബാംഗങ്ങൾക്ക് കൈവരികയും ഒക്കെ ചെയ്യും. എന്തായാലും പഠനത്തോടൊപ്പം കൃഷിയും ചെയ്യാൻ താല്പര്യം കാണിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് അഹൈതവമായ പ്രോത്സാഹനവും നന്ദിയും ഒക്കെ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഇത്തരം അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിൽ എത്തിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.